ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സൗത്ത് ഏഷ്യൻ കൺട്രീസിന്റെ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളെ കുറിച്ചും അവിടുത്തെ ഭരണ സംവിധാനം, അതേപോലെ തന്നെ ഈ ചില രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായുള്ള ബന്ധം എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള കാര്യമൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു തുടർച്ച തന്നെയാണ്, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാകിസ്ഥാൻ, അതേപോലെ തന്നെ നേപ്പാള്, ബംഗ്ലാദേശ്, ഈ രാജ്യങ്ങൾ അവിടുത്തെ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു, ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ശ്രീലങ്കയെ കുറിച്ചാണ് പറയുന്നത്. ശ്രീലങ്കയിലെ ഭരണ സംവിധാനങ്ങൾ, അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. 1948 ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അന്നു മുതൽ തന്നെ ശ്രീലങ്ക ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യം തന്നെയായിരുന്നു. പക്ഷെ ഒരുപാട് വേറെ വെല്ലുവിളികൾ നേരിടേണ്ടതായി ശ്രീലങ്കയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ വെല്ലുവിളികൾ ഒരിക്കലും സൈന്യത്തിൽ നിന്നോ അല്ലെങ്കിൽ രാജാവിൽ നിന്നൊന്നും ആയിരുന്നില്ല, വംശീയവാദികളിൽ നിന്നായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വംശീയ വിഭാഗം അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന ആവശ്യമായിട്ട് മുന്നോട്ട് വരികയുണ്ടായി. അന്ന് ശ്രീലങ്കയില് സിലോൺ എന്നാണ് അന്നറിയപ്പെട്ടിരുന്നത്. ഈ സിലോണില് 2 വിഭാഗം ആളുകളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഒന്ന് സിംഹള ഭാഷ സംസാരിക്കുന്നവരും, പിന്നെ ഒന്ന് ഇന്ത്യയിൽ നിന്ന് കുടിയേറി പാർത്ത തമിഴരും. അങ്ങനെ 2 വിഭാഗം, സിംഹള ഭാഷ സംസാരിക്കുന്നവരും തമിഴ് സംസാരിക്കുന്ന 2 വിഭാഗമാണ് ഉണ്ടായിരുന്നത്. സിംഹള ഭാഷ സംസാരിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും ഉണ്ടായിരുന്നത്. ഭൂരിപക്ഷം എന്ന് പറയുന്നത് സിംഹള ഭാഷ സംസാരിക്കുന്നവരായിരുന്നു. തമിഴ് സംസാരിക്കുന്നവർ അവിടെ ന്യൂനപക്ഷമായാണ് നിലനിന്നിരുന്നത്. ഈ 2 വിഭാഗം തമ്മിലുള്ള പോരാട്ടമായിരുന്നു ശ്രീലങ്കയെ ഒരു സംഘർഷ മേഖലയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ തന്നെ ഇന്ത്യയിൽ നിന്ന് പല ആളുകളും ശ്രീലങ്കയിലേക്ക്, പ്രത്യേകിച്ച് തമിഴര് ശ്രീലങ്കയിലേക്ക് കുടിയേറിയിരുന്നു. ഈ ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അവിടേക്കുള്ള ഈ തമിഴരുടെ പ്രവാഹത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അവിടുത്തെ ഭൂരിപക്ഷമായിട്ടുള്ള ഈ സിംഹള മേധാവിത്വമായിരുന്നു അവിടെ ശ്രീലങ്കയുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നത്. ഈ സിംഹള ദേശീയവാദികള് തമിഴർക്ക് എതിരായിരുന്നു. ശ്രീലങ്ക ഈ സിംഹളരുടേതാണെന്നും തമിഴരോടുള്ള ഔദാര്യം നിർത്തലാക്കണമെന്നും അവര് ആവശ്യപ്പെടുകയുണ്ടായി. അത് തമിഴരോടുള്ള അവഗണനയ്ക്ക് കാരണമായി. ജയവർദ്ധന ഭരണകൂടം ഈ തമിഴ് ജനതയോട് അങ്ങേയറ്റം വിവേചനം കാട്ടിയിരുന്നു. സിംഹള ഭാഷ ഏക ഔദ്യോഗിക ഭാഷയാക്കി മാറ്റാനുള്ള നിയമം അവര് കൊണ്ടുവരികയുണ്ടായി. അത് തമിഴർക്ക് സർക്കാർ ജോലിയെല്ലാം അന്യമാക്കി മാറ്റി. സർവകലാശാലയില് തമിഴരുടെ പ്രവേശനവും നിയന്ത്രിക്കുകയുണ്ടായി. ഇതെല്ലാം തന്നെ തമിഴ് ദേശീയത ആളിക്കത്തുന്നതിന് കാരണമായി. ശ്രീലങ്കയിലെ തമിഴർക്ക് ഒരു പ്രത്യേക രാജ്യം, അതിനെ തമിഴ് ഈഴം എന്നാണ് അറിയപ്പെട്ടിരുന്നത്, ആ തമിഴ് ഈഴം രൂപീകരിക്കുന്നതിന് വേണ്ടി അവര് മുന്നോട്ട് വന്നു. ഒരു പ്രത്യേക രാജ്യം വേണമെന്ന ആവശ്യമായിട്ട് മുന്നോട്ട് വന്നു. അതിന് 1983 മുതൽ തന്നെ ഒരു വിഭാഗം ആളുകൾ സായുധ സമരം നടത്തിയിരുന്നു. അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം എന്നുള്ള ഒരു തമിഴ് തീവ്രവാദി സംഘടനയായിരുന്നു. അവര് ശ്രീലങ്കയുടെ വടക്ക് കിഴക്കൻ മേഖല സ്വന്തം നിയന്ത്രണത്തിലാക്കി മാറ്റി. ശ്രീലങ്കയിലെ തമിഴരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് മുന്നിട്ടിറങ്ങണമെന്ന് ഇന്ത്യയിലെ തമിഴർ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇന്ത്യ ഗവൺമെന്റ് തമിഴരുടെ പ്രശ്നം സംബന്ധിച്ച് പലതവണ ശ്രീലങ്കയുമായി ചർച്ച നടത്തി. ഒടുവിൽ 1987 ഇന്ത്യ നേരിട്ട് ഇടപെടുകയാണ് ഉണ്ടായത്. ശ്രീലങ്കയിലെ ഗവൺമെന്റുമായി ഇന്ത്യ ഗവൺമെന്റ് ഒരു കരാർ ഉണ്ടാക്കുകയും ശ്രീലങ്കയിലെ സ്ഥിതിഗതികൾ ശാന്തമാക്കുന്നതിന് വേണ്ടി അവിടേക്ക് ഇന്ത്യൻ പട്ടാളത്തെ അയക്കുകയും ചെയ്തു. അതൊടുവിൽ ഇന്ത്യൻ സൈന്യവും തമിഴ് പുലികളും തമ്മിലുള്ള സംഘട്ടനത്തിലേക്കാണ് എത്തിച്ചിട്ടുണ്ടായത്. ശ്രീലങ്കയിലെ ഇന്ത്യൻ സൈനിക സാന്നിധ്യം അവർക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടുകയാണെന്നുള്ള ഒരു ധാരണയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഒടുവിൽ 1989 യാതൊരു ലക്ഷ്യം നേടാതെ തന്നെ ഇന്ത്യൻ സൈന്യത്തിന് ശ്രീലങ്കയിൽ നിന്ന് പിൻവലിയേണ്ടതായി വന്നു. സമാധാന സേനയെ അയച്ചത് തമിഴർക്കെതിരെയുള്ള ഒരു നീക്കമായിട്ടാണ് LTTE കരുതിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ പ്രത്യാഘാതമായിരുന്നു രാജീവ് ഗാന്ധിയുടെ വധം. നമ്മളത് 9ാമത്തെ ചാപ്റ്ററിൽ, കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിലെ 9ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞതാണ്. രാജീവ് ഗാന്ധിയുടെ വധത്തെക്കുറിച്ച്. LTTE ആയിരുന്നു അതിന്റെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞു. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ സൈന്യത്തെ അങ്ങോട്ട് അയച്ചതായിരുന്നു, ശ്രീലങ്കയിലേക്ക് അയച്ചതായിരുന്നു. ശ്രീലങ്കയിലെ ആക്രമണങ്ങൾ പിന്നെയും ഒരുപാടുണ്ടാവുകയുണ്ടായി. തർക്കത്തിൽപ്പെട്ട കക്ഷികളെ കൂടിയാലോചന നടത്താൻ പ്രേരിപ്പിക്കുന്നതായി
നോർവേ, ഐസ്ലാൻഡ് തുടങ്ങിയ പല രാജ്യങ്ങളും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വംശീയ കലാപങ്ങളും വർഷങ്ങളോളം നീണ്ടുനിന്നു. 2009 തുടക്കത്തില് ശ്രീലങ്കൻ സേന തമിഴ് പുലികൾക്കെതിരെ ആക്രമണം ശക്തമാക്കി. പുലിത്താവളങ്ങൾ ബോംബിട്ട് തകർത്ത് സൈന്യം മുന്നേറി. ഒടുവിൽ LTTEയുടെ തലവനായ വേലുപ്പിള്ള പ്രഭാകരനടക്കം ഒട്ടേറെ തമിഴ് പുലികളെ സൈന്യം വധിച്ചു. അങ്ങനെ വംശീയ കലാപത്തിന് അന്ത്യം കുറിച്ചുവെങ്കിൽ പോലും പുലികളുടെ ഒളിപ്പോരാട്ടം ഇന്നും ചെറിയ തോതിലൊക്കെ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ശ്രീലങ്കയുടെ നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നോക്കാം. നമ്മൾ തമിഴ് പുലികളുമായിട്ടുള്ള സംഘടനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ സംഘടനകൾ നടക്കുന്ന സമയത്തും ശ്രീലങ്കയുടെ സാമ്പത്തിക സ്ഥിതി ഗണ്യമായി തന്നെ മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാനവ വികസന സൂചികയിലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സില് ശ്രീലങ്ക വളരെ ഉയർന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ജനസംഖ്യാ വർധന നിരക്ക് വിജയകരമായി നിയന്ത്രിച്ച ഒരു വികസ്വര രാജ്യമായിരുന്നു ശ്രീലങ്ക. ദക്ഷിണേഷ്യൻ മേഖലയിലെ സമ്പദ് വ്യവസ്ഥ ആദ്യമായി ഉദാരവൽക്കരിച്ച രാജ്യവും ഈ ശ്രീലങ്ക തന്നെയായിരുന്നു. ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയത്തും ശ്രീലങ്കയുടെ GDP വളരെ ഉയർന്ന നിലയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആഭ്യന്തര കുഴപ്പങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടും ഈ ജനാധിപത്യ സംവിധാനത്തിൽ നിന്നും വിട്ടുപോകാതെ തന്നെ ശ്രീലങ്ക പിടിച്ചു നിന്നു. അത് വലിയൊരു നേട്ടമായി തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചൊന്ന് നോക്കാം. നമുക്കറിയാം, ശ്രീലങ്ക എന്ന് പറയുന്നത് ഇന്ത്യയുടെ താഴെയായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഏകദേശം നടുക്കായി വരുന്ന ഒരു ചെറിയ ദ്വീപാണ്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമെന്ന് നമുക്ക് ശ്രീലങ്കയെ പറയാവുന്നതാണ്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ തന്നെ ശ്രീലങ്കയുമായി ഇന്ത്യക്ക് വളരെ നല്ല ബന്ധമാണ് ഉണ്ടായത്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അത് കുറച്ചു കാലം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് സമാധാനപരമായിട്ടുള്ള ബന്ധം തന്നെയാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഉണ്ടായത്. പക്ഷെ ശ്രീലങ്കയിൽ ഉണ്ടായ വംശീയ പോരാട്ടം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സാരമായി തന്നെ ബാധിക്കുകയുണ്ടായി. ശ്രീലങ്കയിലെ തമിഴർ അന്ന് സന്തുഷ്ടരല്ലാതെയാണ് ജീവിക്കുന്നത് എന്നുള്ളതും അവർ കൊല്ലപ്പെടുകയാണെന്നും കണ്ട സമയത്ത് ഇന്ത്യക്ക് അത് വെറുതെ നോക്കി നിൽക്കാനായി കഴിഞ്ഞില്ല. അതിനെതിരെ 1987 ഇന്ത്യ ശ്രീലങ്കയിലേക്ക് ഒരു സമാധാന സേനയെ അയച്ചു. ഈ ഇന്ത്യൻ സൈന്യത്തെ സിംഹളരും തമിഴരും, നമ്മൾ പറഞ്ഞു രണ്ട് വിഭാഗം ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്, സിംഹളരും തമിഴരും. ഈ രണ്ട് വിഭാഗം അതെ ഇന്ത്യൻ സൈന്യത്തെ അന്ന് ശത്രുക്കളായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഈ തമിഴർക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ സൈന്യം അങ്ങോട്ട് പോയത് എങ്കിൽ പോലും അവരടക്കം ഇന്ത്യൻ സൈന്യത്തെ ശത്രുവായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതിന് ഇന്ത്യക്ക് വലിയൊരു വിലയും കൊടുക്കേണ്ടതായി വന്നു. ശ്രീലങ്കയിലെ ഈ ഇന്ത്യൻ ഇടപെടലിന് വലിയൊരു വിലയും കൊടുക്കേണ്ടി വന്നു. അന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത് ഈ തമിഴ് പുലികളെ LTTE എന്ന സംഘടനയാണ് രാജീവ് ഗാന്ധിയെ വധിച്ചിട്ടുണ്ടായിരുന്നത്. മനുഷ്യബോംബായിട്ട് ഈ ഒരു തീവ്രവാദ സംഘടനയിലെ ഒരു സ്ത്രീ മനുഷ്യബോംബായി വന്നിട്ടായിരുന്നു രാജീവ് ഗാന്ധിയെ വകവരുത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഇന്ത്യ ശ്രീലങ്കയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അങ്ങനെ ഒന്നും തന്നെ ഇടപെട്ടിരുന്നില്ല. ശ്രീലങ്കയുമായി ഇന്ത്യ ഒരു സ്വതന്ത്ര വ്യാപാര കരാറ് ഉണ്ടാക്കി. ആ ഒരു കരാറിന് ശേഷം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സുനാമി ഉണ്ടായ സമയത്ത് സുനാമി ശ്രീലങ്കയെ ആകെ തകർത്തു എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ശ്രീലങ്കയുടെ പുനർനിർമ്മാണത്തിന് ഇന്ത്യ നൽകിയ സഹായങ്ങളും രണ്ട് രാജ്യങ്ങളുടെയും ബന്ധത്തെ മെച്ചപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇനി നമ്മൾ പറയുന്നത് ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ്. ഈ ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ അത്ര തന്നെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് സഹായങ്ങൾ ഭൂട്ടാൻ അന്ന് ലഭിക്കുകയും ഉണ്ടായിട്ടുണ്ട്. ഈ ഭൂട്ടാനിൽ താവളം ഉറപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആക്രമണം സംഘടിപ്പിച്ചിരുന്ന തീവ്രവാദികളെ എല്ലാം തന്നെ ഭൂട്ടാൻ ആട്ടിയോടിച്ചിരുന്നു. ഭൂട്ടാനിൽ വലിയൊരു ജലവൈദ്യുത പദ്ധതി നടപ്പാക്കാൻ ഇന്ത്യയാണ് സഹായം നൽകിയിരുന്നത്. അതേപോലെ തന്നെ ഭൂട്ടാന് ഏറ്റവും അധികം വികസന സഹായം ലഭിച്ചിരുന്നതെല്ലാം തന്നെ ഇന്ത്യയിൽ നിന്നായിരുന്നു. അതാണ് ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള ബന്ധം. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
ഇന്ത്യയാണ് ഭൂട്ടാന് വേണ്ട പല തരത്തിലുള്ള സഹായങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇന്ന് നമ്മൾ പറഞ്ഞത് ശ്രീലങ്കയിലെ ഭരണ സംവിധാനം, അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു, ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു.